അണ്ടർ കാരിക് മാൻ യുണൈറ്റഡ് ഫാൻസ് ആർ ഹാപ്പി. അത്രയും ഒരു കിടിലൻ ലൈഫാണ് പുള്ളിയുടെ കീഴിൽ ഇപ്പോൾ യുണൈറ്റഡ് ഫാൻസിന് ഒരു കിടിലൻ വിക്ടറി തന്നെ. 3-2 ബാക്ക് ടു ബാക്ക് ലിവർപൂളിനെ തോപ്പിച്ചു. അത് മാത്രമല്ല, പുള്ളി വന്നേ പിന്നെ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയേക്കുന്ന മാൻ യുണൈറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ് പുള്ളി ടീമിനെ കൊണ്ട് കാഴ്ചവെപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോബി മെനുവിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും ആൾ ഡിഫെൻസീവിലും ഒഫൻസീവിലും ഒക്കെ ഒരേപോലെ ആ ഒരു പഴയ ഫോം വീണ്ടെടുത്തു എന്നുള്ളതാണ്. ആള് റൂബൻ അമോറിമിന്റെ അണ്ടറിലുള്ള ഫോമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ക്യാരിക്ക് അത് വന്ന് മാറ്റി എന്നുള്ളതാണ്. ആളൊരു കിടിലൻ പ്ലെയർ തന്നെയാണ്. അതുപോലെ തന്നെ മാത്യൂസ് കുനയുടെ ആ ഒരു ഗോള്, അങ്ങനത്തെ ഗോൾ അടിക്കുന്ന പ്ലെയേഴ്സ് എന്തായാലും യുണൈറ്റഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അമ്മാരി ഷോട്ടും കാര്യങ്ങളും ആളുടെ എന്താ പറയാ, ഒരു കിടിലൻ പ്ലെയർ തന്നെ യുണൈറ്റഡിന് കിട്ടി എന്നുള്ളതാണ്. സെസ്കോന്റെ ഗോളാണെങ്കിലും ഒരു ടിപ്പിക്കൽ സ്ട്രൈക്കർ ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ഒരു വാർച്ചൊക്കെ കഴിഞ്ഞാണ് ആ ഒരു ഗോൾ കൊടുത്തത്. അത്രയും നൈസ് കളിയാണ് ഫസ്റ്റ് ഹാഫിൽ കണ്ടത്. പിന്നെ ആ ഒരു ബ്ലണ്ടർ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ കണ്ടത്. അതിൽ നിന്നൊരു ഗോൾ വന്നു. പിന്നെ അഗെയിൻ ലാമിൻസിന്റെ ഭാഗത്ത് നിന്ന് ആരും വിചാരിക്കാത്ത ഒരു ബ്ലണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ ഒരു സമനില ഗോളും കൂടി കിട്ടി ലിവർപൂള്. ആ ഒരു ബാക്ക് ടു ഫോമിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു തുടങ്ങി. ശരിക്കും യുണൈറ്റഡ് ഫാൻസ് ഒന്ന് വേർത്ത് കാണും. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോബി മേനുവിന്റെ ആ ഒരു 75-ാം മിനിറ്റിലാണ് ആളുടെ ആ ഒരു ഗോളോട് കൂടി യുണൈറ്റഡ് ജയിച്ചു എന്നുള്ളതാണ്. നല്ലൊരു കളി തന്നെയാണ് കോബി മേനു നിലവിൽ ഇപ്പോൾ യുണൈറ്റഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡ്രീമിലേക്ക് നിലവിൽ യുണൈറ്റഡ് പോകുന്നുണ്ട്. കാരണം ആ ഒരു ചാമ്പ്യൻസ് ലീഗിലേക്ക് അവർ കയറി കഴിഞ്ഞു എന്നുള്ളതാണ്. അണ്ടർ കാരിക്കിന്റെ അണ്ടറിൽ ടോപ്പ് ടീമിനെ എല്ലാത്തിനെയും തോപ്പിച്ചിട്ടുണ്ട് നിലവിൽ യുണൈറ്റഡ്. എൻ്റെ ആദ്യത്തെ ട്രോഫിക്ക് വേണ്ടി ഇനിയും അൽനസർ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ബാഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു നിലവിൽ അൽനസർ കാഴ്ചവെച്ചത്. ടീം മൊത്തത്തിൽ ഒരു സിംഗിൾ പ്ലേ ഇല്ല, ഒരു വിന്നിംഗ് സ്ട്രീക്കും നിലവിൽ നിന്നു എന്നുള്ളതാണ്. കിടിലൻ പെർഫോമൻസ് ആണ് ബ്രണ്ടൻ റോജേഴ്സ് ടീമും കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മത്സരങ്ങൾ ഇനി വിജയിച്ചാലേ അണ്ണൻ്റെ ആദ്യത്തെ ഒരു ട്രോഫി എന്നുള്ള ഒരു സ്വപ്നം നിലനിൽക്കുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ആകെ എടുത്തു പറയേണ്ട ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗോളായിരുന്നു. ഫെലിക്സിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു ഗോളായിരുന്നു അത്യാവശ്യം ആ ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ പെർഫോമൻസ് അത്യാവശ്യം കിടിലൻ തന്നെയായിരുന്നു. അങ്ങനെ ബാഴ്സലോണക്ക് ഒരു വിക്ടറി കൂടി കിട്ടിയിട്ടുണ്ട്. അവർ ആ കിരീടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ആ ഒരു ട്രോഫി അവർക്ക് തന്നെ കിട്ടുള്ളൂ. കാരണം അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ടീം തമ്മിലും ഒരു സിംഗിൾ പ്ലേ ഉണ്ട്. ആ ഒരു ട്രോഫി എന്തായാലും അവർ അടിച്ചാവർത്തിക്കും എന്നുള്ളതാണ്. ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത പെർഫോമൻസ് ആണ് ബാഴ്സലോണ കാഴ്ചവെച്ചത്. ഒരു ലേറ്റ് ഷോ എന്ന് വേണമെങ്കിൽ പറയാം. ബാഴ്സലോണ ഫാൻസിന് എന്തായാലും സമാധാനമായിട്ട് കിടന്നുറങ്ങാം. കാരണം എന്തായാലും അവർ ആ ട്രോഫിക്ക് അടുത്തെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ടീം മൊത്തത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു. പക്ഷെ അവർക്ക് ആ ഒരു ഗോള് കിട്ടിയില്ല എന്നുള്ളതാണ്. ആ ഒരു ലെവൻഡോസ്കിയുടെ ഗോളാണെങ്കിലും കിടിലൻ ആ ഒരു ക്രോസ് ചെയ്യുന്ന വന്നത് പുള്ളിയുടെ മൂവ്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു. റഷ്ഫോർഡിന്റെ ആ ഒരു ക്രോസ് ആയിരുന്നു. ആൾ ആ ഒരു ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫെറാൻ ടോർസിന്റെ ഗോളാണെങ്കിലും ആ ഒരു ത്രൂ ബോൾ ആണെങ്കിലും ഫെമിൻ ലോപ്പസിന്റെ ഭാഗത്തു നിന്ന് ഒന്നാണ്. ആ ഒരു മൂവ്മെന്റ് ആണെങ്കിലും കിടിലൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ടീം മൊത്തത്തിൽ ആ ഒരു ലിങ്ക് പ്ലേയും കാര്യങ്ങളും നന്നായിട്ട് തന്നെ ബാഴ്സയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ജോഹാൻ ഗാഴ്സയുടെ ഭാഗത്തുനിന്ന്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ടു വിക്ടറി ആ ഒരു പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ ആഴ്സണൽ. ബോട്ടിൽ ചെയ്യുമെന്നോ ഇല്ലെന്നൊന്നും അറിയില്ല. 6 പോയിന്റിന്റെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ മാൻ സിറ്റിക്ക് 2 കളി കൂടെ ബാക്കിയുണ്ട്. ആ ഒരു മൂവ്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു. സാക്കയുടെ ഗോളാണെങ്കിലും ടോട്ടൽ 3 ഗോൾ അടിച്ചു. 3ഉം അത്യാവശ്യം കിടിലൻ ഗോളാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ലിങ്ക് പ്ലേ ആണെങ്കിൽ കിടിലൻ തന്നെയാണ്. ഗോയ്ക്കിരസിന്റെ ആ റണ്ണും അവിടെ നിന്ന് തിരിച്ചു കൊടുത്ത സാക്ക കൊടുത്ത ഒരു ബോളാണെങ്കിൽ അത്യാവശ്യം കിടിലൻ ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു. ആളുടെ ആ ഒരു ഫിനിഷിംഗ് ടച്ച് ആണെങ്കിലും പിന്നെ ഗെയിൻ ഗോയ്ക്കിരസ് ബാക്ക് ടു ബാക്ക് ഗോൾ അടിക്കുന്നുണ്ട്. ആളുടെ ആ 2 ഗോൾ അത്യാവശ്യം കിടിലനാന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്ട്രൈക്കർ ഇൻസിസ്റ്റ് പുള്ളി കാണിക്കുന്നുണ്ട് നിലവിൽ. ആ ഒരു ഹെഡർ ഗോൾ ആണെങ്കിലും കിടിലൻ തന്നെയായിരുന്നു. പുള്ളിയുടെ ആ ഒരു ഫോം പുള്ളി വീണ്ടെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഗോൾ ആണെങ്കിലും പ്യുവർ സ്ട്രൈക്കർ ടൈപ്പ് തന്നെയായിരുന്നു. ആൾ ആ ബോക്സിലോട്ടുള്ള റണ്ണാണെങ്കിലും ആ ടച്ച് ആണെങ്കിലും അടിപൊളി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടറ്റ അങ്ങനെ പുള്ളിയുടെ ആ ഒരു ആദ്യത്തെ പ്രീമിയർ ലീഗ് ട്രോഫിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം.